ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ചെറിയൊരു യാത്ര പോകുന്നതാണ്. നൈനുവിൻ്റെ മുടി മുറിക്കാൻ വേണ്ടി ഞങ്ങൾ പഴനി പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പഴനി പോകുന്ന വിശേഷങ്ങളാണ്. സോ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. റെയിൽവേ സ്റ്റേഷൻ വരെ നന്ദുഷേൻ്റെ കസിനാണ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തത്. ഞങ്ങൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. തമ്പാനൂരിൽ നിന്ന് തന്നെയായിരുന്നു ട്രെയിൻ സ്റ്റാർട്ടായത്. അതും അരമണിക്കൂറിൽ കൂടുതൽ ലേറ്റുമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ബ്രദറും ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തും. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 8:30-ക്കായിരുന്നു ട്രെയിൻ. ബട്ട് ട്രെയിൻ സ്റ്റാർട്ടാക്കിയപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ കയറിയ ഉടനെ തന്നെ നൈനുവിനെ കംഫർട്ട് ആക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അവൾക്കുള്ള ഫുഡ് ഞാൻ ആദ്യമേ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളും കഴിച്ചു. നൈറ്റിലെ ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുപോയേ. അതൊക്കെ കഴിച്ച് കുറച്ചു നേരം സംസാരിച്ചിരുന്ന എല്ലാവരും കിടന്നു. ഉറങ്ങുന്നതിന് മുന്നേ അച്ഛൻ്റെ കൂടെ കുറച്ച് പ്ലേ ടൈമൊക്കെ കഴിഞ്ഞ ശേഷമാണ് നൈനു ഉറങ്ങിയത്. പിറ്റേന്ന് എത്തുന്നതിനും 1 മണിക്കൂർ മുന്നേ ഞങ്ങൾ എല്ലാവരും എണീറ്റു. 8 മണിയായിരുന്നു പഴനിയിൽ എത്തുന്ന ടൈം കാണിച്ച്. ഇവിടെ ഇങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ട്രെയിനിൽ കയറിയതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾക്ക് മിസ്സായി. അങ്ങനെ 8 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പഴനിയിലെത്തി. നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ട് ഒരു ഓട്ടോയിൽ കയറി. വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു ഓട്ടോയിൽ 7 പേർക്കൊക്കെ കയറാം. നേരെ ഞങ്ങൾ ദണ്ഡപാനി നിലയം ദേവസ്വം അക്കോമഡേഷനിലാണ് പോയേ. അവിടെ നമുക്ക് 300-500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന റൂംസ് കിട്ടും. പക്ഷെ 2 hours വെയിറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് അന്ന് ഈവനിങ് 6 മണിക്ക് തന്നെയായിരുന്നു റിട്ടേൺ ട്രെയിൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ചടുത്തുള്ള ഒരു റൂം ഞങ്ങൾക്ക് കിട്ടി. പിന്നെ പെട്ടെന്ന് കുളിച്ച് റെഡിയായി പോകുന്ന വഴിക്ക് കുറച്ച് മുല്ലപ്പൂവും വാങ്ങിച്ച് നേരെ നൈനുവിനെ മുടി മൊട്ടയടിക്കുന്നിടത്ത് പോയി. മുടി മൊട്ടയടിച്ച ശേഷമാണ് അമ്പലത്തിലേക്ക് പോവേണ്ടത്. അങ്ങനെ നൈനുവിൻ്റെ ആദ്യ മുടി മുറിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കും നന്ദുച്ചേനും കുറച്ച് ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. അതിലുപരി ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു. കാരണം അവൾ കരയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അച്ഛൻ്റെ മടിയിൽ ഹാപ്പി ആയിരുന്നു. മൊട്ടയടിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ക്യാമറയിൽ മുഖം കാണിച്ചു കൊടുത്തപ്പോൾ മുടി തപ്പി നോക്കുകയാണ് നനു ബേബി. അങ്ങനെ മോളെ കുളിപ്പിച്ച് ചന്ദനം തേച്ച് പൊട്ടിട്ട് അവൾക്കൊരു കമ്പനിക്ക് ഞാനും പൊട്ടിട്ട് നേരെ പഴനി മുരുകനെ കാണാൻ വേണ്ടി നടന്നു. പോകുന്ന വഴിക്ക് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അമ്പലത്തിൽ നമുക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ഫോണും ചെരുപ്പും ഒക്കെ സൗജന്യമായി സൂക്ഷിച്ചു വെക്കാൻ പ്രത്യേക കൗണ്ടറുകൾ ഉണ്ട്. പഴനിമലയിൽ പോവാൻ വേണ്ടി സ്റ്റെപ്പ് കയറി നടന്നും പോവാം. കേബിൾ കാറും അവൈലബിൾ ആണ്. ഞങ്ങൾ അങ്ങോട്ട് നടന്നാണ് കയറിയേ. 30 to 40 മിനിറ്റ്സ് നടക്കാൻ എടുക്കും. തിരിച്ച് ഞങ്ങൾ വിഞ്ച് ട്രെയിൻ വഴിയാണ് താഴേക്ക് ഇറങ്ങിയത്. അമ്പലത്തിലെത്തുമ്പോൾ നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പഴനി ടൗൺ ഫുൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ ശരവണ ഭവനിൽ പോയി. ഞങ്ങളെല്ലാം മീൽസും നൈനുവിന് തൈര് സാദവും വാങ്ങി. അതൊക്കെ കഴിച്ച് റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വൈകിട്ടൊരു കട്ടനും കുടിച്ച് നൈറ്റിലത്തെ ഫുഡും വാങ്ങി തിരികെ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ എടുത്തു പറയേണ്ട കാര്യം പഴനി റെയിൽവേ സ്റ്റേഷൻ. ഇത്രയും അടിപൊളിയായ റെയിൽവേ സ്റ്റേഷൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വളരെ കുറച്ച് റെയിൽവേ സ്റ്റേഷനിലേ പോയിട്ടുള്ളൂ. ഞാൻ പോയതിലും കണ്ടതിലും വെച്ച് മികച്ച റെയിൽവേ സ്റ്റേഷനായിരുന്നു. വൈകിട്ട് 6 മണിക്കായിരുന്നു ട്രെയിൻ. 6:30 കഴിഞ്ഞപ്പോഴാണ് ട്രെയിൻ എത്തിയത്. പിന്നെ ട്രെയിനിൽ കയറി ഫുഡൊക്കെ കഴിച്ച് കിടന്നു. പിറ്റേന്ന് 5 മണിയായപ്പോൾ നാട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ.